ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ചവ്വരി പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിനി ചവ്വരി പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ചവ്വരി വേവിച്ചെടുക്കാം. ചവ്വരി വേവിച്ചെടുക്കുന്നതിന് ഒരു കുക്കറിലോ അല്ലെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെ ആയാലും മതി. കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കുക. ഞാനിവിടെ ഓൾറെഡി ചവ്വരി വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചതിനെ നമുക്കിനി ബാക്കി മെത്തേഡിലോട്ട് പോകാം. ഇനി നമുക്കൊരു പാത്രത്തിൽ 1.5 കപ്പ് പാലൊഴിച്ച് ഒന്ന് ചൂടാക്കാം. ചൂടായി വന്ന ഉടൻ തന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എല്ലാം നല്ലതുപോലെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി എല്ലാം കൂടെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി ഒരു 2.5 കപ്പ് പാലും കൂടെ അതിൻ്റെ അകത്തോടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. സ്റ്റൗ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം റെഡിയാക്കി എടുക്കാൻ. ചവ്വരിക്ക് ചെറിയ പശയുടെ അതെല്ലാം ഉള്ളതുകൊണ്ട് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ ഇത് ഇളക്കി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ അതിനെ മിക്സ് ചെയ്യുക. പഞ്ചസാരയിട്ട് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു തിളപ്പ് വരുന്നത് വരെ വെച്ചേക്കുക. ചെറിയൊരു തിളപ്പ് വന്നതിന് ശേഷം കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അമൂലിൻ്റെ 200 ഗ്രാമിൻ്റെ കണ്ടൻസ് മിൽക്കാണ് എടുത്തേക്കുന്നത്. ആ കണ്ടൻസ് മിൽക്കിൻ്റെ ഒരു ബോട്ടിൽ ഫുള്ള് ഒഴിക്കുന്നുണ്ട്. അത് നല്ലതുപോലെ കുറേശ്ശെയായിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി കണ്ടൻസ് മിൽക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കുക. ഏലക്കപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏലക്ക ഇട്ട് ഒഴിച്ചതിന് ശേഷം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ തിളയ്ക്കുന്നത് വരെ നമുക്ക് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചവ്വരി പായസം നല്ലതുപോലെ അവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റൗ ഓഫാക്കി താഴേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചവ്വരി പായസം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഈ ഒരു ചവ്വരി പായസത്തിൻ്റെ റെസിപ്പി വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും.